ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 അലോട്ട്മെൻറ്റിന് എങ്ങനെ ഓൺലൈനായിട്ട് തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ അപ്ലൈ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വയം ഈ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ HSCAP എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ വന്നിരിക്കുന്ന പേജിൽ HSCAP ഗേറ്റ്, അവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ വിൻഡോയിൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നത് നമ്മളൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം വീണ്ടും ഈ പേജിലേക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താണ് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാം. അതിനുശേഷം വന്നിരിക്കുന്ന ഈ പേജിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൃത്യമായി തിരഞ്ഞെടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഈ വന്നിരിക്കുന്ന പേജ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷനാണ്. അവിടെ നമ്മുടെ SLC സ്കീം അത് 2024-25 അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർഡ് നമ്പർ അത് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാൻഡിഡേറ്റ് നെയിം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഷോ അല്ല, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് അവിടെ വന്നിട്ടുണ്ട്. ആ നെയിം തന്നെയാണോ എന്ന് നമ്മൾ എൻ്റർ ചെയ്തെന്നറിയാൻ വേണ്ടി വീണ്ടും നമ്മൾ കൺഫേം ചെയ്ത് നമ്മുടെ പേരവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ അത് നിങ്ങളുടെ കൈവശം ഈ സമയങ്ങളിൽ കാണേണ്ടതാണ്. ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് മുന്നോട്ടുള്ള പ്രോസസ്സിങ്ങിന് ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും SMS മറ്റു കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അടുത്തത് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷനാണ്. അവിടെ കൃത്യമായിട്ട് അതേഴ്സ്, സെൽഫ്, അതുപോലെ സ്കൂൾ വൈസ് ഉണ്ട്. നമ്മളിവിടെ സെൽഫ് കൊടുക്കുന്നു. അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ച അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ OTP ആണ്. ആ മൊബൈലിലേക്ക് വന്ന OTP കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് OTP. തുടർന്ന് വരുന്ന പേജിൽ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ പാടില്ല. അല്ലാതെ സ്പെഷ്യൽ ക്യാരക്ടറും സിമ്പിളും ഒക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ന്യൂ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളൊരു പേജിൽ എഴുതിയെടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ആ തന്നിരിക്കുന്ന യൂസർ നെയിം അഥവാ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ യൂസർ നെയിമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ കൈവശം അത് പ്രത്യേകം എഴുതി വെക്കുക. മറക്കാതിരിക്കാൻ നിങ്ങളത് പ്രത്യേകം പല ഇടങ്ങളിലും ഫോണിലും ഒക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും ഇത് മറന്നു പോകാൻ പാടില്ല. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. വീണ്ടും മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് OTP കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ഓൺലൈനാണ്. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ആ പോപ്പപ്പ് ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വന്നു. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന സ്കൂള് കൃത്യമായിട്ട് ഇവിടെ അതിൻ്റെ കോഡടക്കം എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എൻ്റർ ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് പോകേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുപേരിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളെല്ലാം നോക്കി കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഈ വന്ന പേജിൽ ആധാർ നമ്പർ, ഇവിടെ ആധാർ നമ്പറോ അതിൻ്റെ എൻറോൾ നമ്പറോ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആധാർ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പേജിൽ എന്തെങ്കിലും ഈ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്ന പേജിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു മൈനോറിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവിടെ എൻ്റർ ചെയ്യുക. ഭാഷാപരമായ മൈനോറിറ്റി ഉണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യേണ്ടതാണ്.
അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഏതാണെന്ന് വെച്ചാൽ ആ കോളത്തിൽ ടിക്ക് മാർക്ക് ചെയ്ത് പേഴ്സൻറ്റേജും അവിടെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ നേറ്റീവ് സ്റ്റേറ്റ്, നേറ്റീവ് ഡിസ്ട്രിക്റ്റ്, നേറ്റീവ് താലൂക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അത് തെറ്റാതെ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. അവിടെ നിങ്ങളുടെ വീട്ടുപേര് കാണും. ഇവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടുപേരിൽ എന്തെങ്കിലും ഓരോ അക്ഷരത്തിലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുത്താനുള്ളൊരു അവസരമുണ്ട്. അത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നെയിം അവിടെ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഡിസ്ട്രിക്റ്റ് നെയിം കൃത്യമായിട്ട് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് അത് എൻട്രി ചെയ്ത് കൊടുക്കുക. പിൻകോഡ്, ആ പിൻകോഡ് തെറ്റാതെ തന്നെ എൻട്രി ചെയ്യുക. ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാൻ. ഈ അഡ്രസ്സ് സെയിം ആണെങ്കിൽ, ഈ പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ നിങ്ങൾ ആ സെയിം ആസ് പെർമനൻ്റ് എന്നുള്ള ആ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളത് ഇമെയിൽ ഐ ഡി അവിടെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. നമുക്ക് വീണ്ടും പോകുന്നത് ഗ്രേസ് മാർക്കിൻ്റെ ഭാഗത്തോട്ടാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബോണസ് പോയിൻ്റ് മാർക്കിലേക്കൊക്കെ പോകാം. ഇവിടെ ഞാൻ ബോണസ് പോയിൻ്റ് മാർക്കിലേക്ക് പോയി. ഇവിടെ NCC ആണ്. അപ്പോൾ NCCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ടിക്ക് മാർക്ക് കൊടുത്തു. ഇതൊന്നുമില്ല, സ്പോർട്സ് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എൻട്രി ചെയ്ത് പോകേണ്ടതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എൻട്രി ചെയ്ത് പോകേണ്ടതാണ്. ഇവിടെ താഴേക്ക് കാണുന്നത് ഇത് ക്ലബ്ബാണ്. അതുപോലെ ഇവിടെ സോഷ്യൽ ക്ലബ്ബുണ്ട്, അതുപോലെ സയൻസ് ക്ലബ്ബുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതാണ്. സബ്മിറ്റ് ഡീറ്റെയിൽസ് അത് എൻട്രി ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന പേജിൽ നിങ്ങളുടെ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ഭാഗമാണ് കാണുന്നത്. അവിടെ കൃത്യമായിട്ട് അതെല്ലാം നോക്കിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഇങ്ങനെ ഒരു പേജിൽ വന്നു. ഇവിടെ നമ്മുടെ സ്കൂൾ കോഡാണ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അത് സ്കൂൾ കോഡ് തെറ്റാതെ തന്നെ ഇവിടെ എൻട്രി ചെയ്യുക. അപ്പോൾ 0 ഉണ്ടെങ്കിൽ, ആദ്യം 0 ആണെങ്കിൽ 05 എന്ന് തുടങ്ങുന്നതൊക്കെ ആണെങ്കിൽ അത് 0 ഒഴിവാക്കുക. 5 തൊട്ട് നമ്മൾ 4 ഡിജിറ്റൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ സ്കൂളിൻ്റെ പേര് കൃത്യമായി വരുന്നോ ഉണ്ടോയെന്നും മനസ്സിലാക്കുക. അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉണ്ടെന്ന് ആ ഗ്രീൻ ലെറ്ററിൽ നിങ്ങൾക്കവിടെ കാണാം. സ്കൂള് റെഡ് മാർക്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് അവിടെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. അത് സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. എൻ്റർ സ്കൂൾ കോഡ് കൊടുത്ത് സേവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഓപ്ഷനായിട്ട് കാണിക്കുന്ന ലാസ്റ്റ് ആയിരിക്കും. ആ ലാസ്റ്റ് നിങ്ങൾ സെക്കൻഡൊന്നും ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അടുത്ത കോഡ് അടിക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഈ ലാസ്റ്റ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത്. താഴെ ഓപ്ഷനിൽ 1, 2, 3 ഇതുപോലെ കാണിക്കുകയും ചെയ്യും. അവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ്. അതിനുശേഷം നമ്മുടെ ഈ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്യാനാണ് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് എല്ലാം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പര്, ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളിവിടെ എൻട്രി ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ തിരുത്താൻ സാധിക്കുന്നതാണ്. അത് വിശദമായിട്ട് തന്നെ നിങ്ങളിവിടെ നോക്കണം. ഇത് നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരുത്താൻ സാധിക്കുന്നതല്ല. അത് പ്രത്യേകം ഓർക്കുക. എല്ലാം ഒരു വട്ടം കൂടി വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് കൺഫേം ചെയ്ത് മുന്നോട്ട് പോകാവുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷമേ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കാവുള്ളൂ. ആ ഡിക്ലറേഷൻ ടിക്ക് മാർക്ക് കൊടുത്ത് ഫൈനൽ കൺഫർമേഷൻ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്നു. അവിടെ ഓക്കെ കൊടുക്കുക.
ഈ വന്നിരിക്കുന്ന പേജിൽ ഫില്ല്ഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ആ പ്രിൻ്റ് ഫോർമാറ്റ് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.